വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ നമ്മുടെ ഫൈനൽ എപ്പിസോഡാണ്. ഇതിലൂടെ കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് 3 പേർ ചേർന്നാണ്. ഒന്ന് ഒരു സരോജ ഗോപിനാഥ്, സതി, രമ ജോസഫ്, ഇവരെല്ലാം ചേർന്നാണ്. ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിൽ ഗോപിശ്രീയുടെ ബർത്ത്ഡേ കൂടിയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ എപ്പിസോഡ് കോ സ്പോൺസർ ചെയ്ത എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഈ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോപിശ്രീക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ബർത്ത്ഡേ ദിവസത്തിൽ പ്രത്യേക അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ, അതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, നെക്സ്റ്റ് PG കോഴ്സിൻ്റെ അഡ്മിഷനായി പ്രാർത്ഥിക്കുന്നു. MBBS ഫസ്റ്റ് ഇയർ ഹൗസ് സർജൻസിക്കായും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രമ ജോസഫിനായി, സതിക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും ചേർത്ത് അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഹാബിറ്റ് എന്നുള്ളതൊരു ചെറിയ വാക്കാണെങ്കിലും നമ്മുടെ ലൈഫിൻ്റെ ഗതി മുഴുവൻ തിരിക്കുന്നൊരു ചക്രമാണ് അതെന്നുള്ളത് നമ്മൾ മറക്കരുത്. സോ ഹാബിറ്റ്സ് ഇത്രയും വലുതാണെങ്കിൽ എത്രത്തോളം നമ്മൾ നമ്മുടെ ശീലങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. യേശുവിനാണ് ഏറ്റവും നല്ല ഹാബിറ്റ് ഉണ്ടായിരുന്നത്, ബിക്കോസ് ഹീ ഈസ് ദ പെർഫെക്റ്റ് പേഴ്സണാലിറ്റി. അതുപോലെ ഒരിക്കലും ചീത്ത ശീലങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ, അത് കളയാൻ വേണ്ടി പോലും അതിലേക്ക് ഒത്തിരി ഫോക്കസ് കൊടുക്കാതെ നല്ല ശീലങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ തെറ്റായ ശീലങ്ങളെ അതിന് റീപ്ലേസ് ചെയ്തുകൊള്ളും. എന്നല്ല ഞാൻ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു ഗ്ലാസ്സിലെ അഴുക്ക് വെള്ളം മുഴുവൻ കളഞ്ഞതിനെ ശുദ്ധീകരിക്കാൻ നല്ല വെള്ളം വീണുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ കാണിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അകത്തുള്ള സകല അഴുക്കും പോയി അത് വൃത്തിയുള്ളതായി മാറും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. സോ ഇഫ് യു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് യുവർ ഹാബിറ്റ്, യു ആർ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്. സോ ഈ ഒരു വർഷം ലൈഫിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുന്ന ഒരു വർഷമായി മാറട്ടെ. അതിനുവേണ്ടി മനഃപൂർവ്വമായി സകല ശക്തിയോടും കൂടെ നമ്മുടെ ലൈഫിലെ ഹാബിറ്റുകൾ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: ഒരേ കാര്യം 21 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ, പല ദിവസങ്ങളിലായി ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ഹാബിറ്റായി മാറും. ചിലർ പറയുന്നത് 16 പ്രാവശ്യം ചെയ്താൽ മതിയെന്ന്. ഒരേ കാര്യം തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ, ഉദാഹരണത്തിന് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. എല്ലാ ദിവസവും രാവിലെ അലാം സെറ്റ് ചെയ്ത് 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ശീലം തുടങ്ങിയെന്നിരിക്കട്ടെ. എല്ലാ ദിവസവും അലാം അടിക്കുമ്പോൾ അതിൻ്റെ ബട്ടൺ അമർത്തി നമ്മൾ എഴുന്നേൽക്കുന്നു. അടുത്ത ദിവസം അത് ചെയ്യുന്നു, അടുത്ത ദിവസം അത് ചെയ്യുന്നു. പല പ്രാവശ്യം നമ്മളിങ്ങനെ എഴുന്നേറ്റുകൊണ്ടിരുന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അലാം അടിക്കേണ്ട ആവശ്യമില്ല. അതിനു മുൻപ് തന്നെ അലാം അടിച്ചില്ലേ പോലും നമ്മൾ എഴുന്നേറ്റിരിക്കും. പിറ്റേ ദിവസം നമ്മൾ വിചാരിക്കും നാളെ ഏതായാലും എഴുന്നേൽക്കണ്ട, അലാം സെറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആ ദിവസം ആ സമയത്ത് ഉണർന്നിരിക്കും. എന്തുകൊണ്ട്? പല പ്രാവശ്യം ഒരേ കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രോഗ്രാം എഴുതുന്നത് പോലെ നമ്മുടെ വ്യക്തിത്വത്തിൽ ചില പ്രോഗ്രാമുകൾ എഴുതി ചേർക്കുകയാണ്. സോ അങ്ങനെ നമ്മുടെ ശീലമായി മാറുന്നു. നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അത്ര ബുദ്ധിമുട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പല പ്രാവശ്യം അത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായി മാറിയിരിക്കും. സോ അങ്ങനെയുള്ള നല്ല ശീലങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു വർഷം ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. ദൈവവചനം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുവാൻ ദൈവാത്മാവ് നമ്മളോട് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അതിൽ ഓരോ വാക്യങ്ങളിലും
ഡു ഇറ്റ് ഓൾവേസ് എന്ന് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അല്ല, ചിലത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ബി ജോയ്ഫുൾ ഓൾവേസ്. ചിലർ ഹാബിച്വലി ദുഃഖിച്ച് നടക്കുന്നവരാണ്. ഡൗൺ കാസ്റ്റ് ഫേസുമായി എപ്പോഴും അവർ ദുഃഖം ക്യാരി ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ദുഃഖിക്കാൻ ഒന്നുമില്ലേലും ശീലം കൊണ്ട് അങ്ങനെ മ്ലാനമായി ഗ്ലൂമിയായി അവരിങ്ങനെ ജീവിക്കും. മുഖത്തേക്ക് നോക്കിയാൽ ഒരിക്കലും ഒരു പ്രസന്നതയില്ല, ഒരിക്കലും ഒരു സ്മൈലില്ല. എപ്പോഴും ദുഃഖം മാത്രം. എന്തൊക്കെയോ ദുഃഖകരമായ അനുഭവങ്ങൾ പണ്ടുണ്ടായി. എന്നാൽ ആ ദുഃഖിച്ചിരിക്കുന്ന അനുഭവം അതൊരു ശീലമാക്കി മാറ്റി. സോ പരിശുദ്ധാത്മാവ് 1 തെസ്സലോനിക്കർ 5:16 പറയാണ് ബി ജോയ്ഫുൾ ഓൾവേസ്. ഇറ്റ്സ് എ കമാൻഡ്. കർത്താവ് നമ്മളോട് പറയണം എല്ലായ്പ്പോഴും സന്തോഷിക്കുക. സോ ഇത് ചെയ്യാൻ, ദുഃഖിച്ചിരിക്കുന്ന സമയത്തും സന്തോഷിക്കുവാൻ, പ്രയാസപ്പെട്ടാണേലും ഒന്ന് സന്തോഷിക്കാൻ നമ്മെ തന്നെ ഒന്ന് പരിശീലിപ്പിക്കാമെങ്കിൽ പല പ്രാവശ്യം ശ്രമിച്ചു കഴിയുമ്പോൾ പ്രോഗ്രാം എഴുതി അപ്പോൾ നമുക്ക് ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുന്നൊരു അനുഭവത്തിലേക്ക് വരാൻ സാധിക്കും. വി ഓൾ ഷുഡ് വർക്ക് ഓൺ ഇറ്റ്. അടുത്തൊരു വാക്യം നമ്മൾ കാണുന്നത് 17-ാമത്തെ വാക്യത്തിലാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രേ കണ്ടിന്യൂവലി. എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പിൻ. ചില ട്രാൻസ്ലേഷൻസിൽ നമ്മൾ കാണുന്നത് നെവർ സ്റ്റോപ്പ് പ്രേയിങ്. പ്രാർത്ഥന നിർത്തരുത്, എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ വാക്യം വായിക്കുമ്പോൾ പലരും അത്ഭുതപ്പെടും. എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ? ഭക്ഷണം കഴിക്കണ്ടേ, ഉറങ്ങണ്ടേ, ജോലിക്ക് പോകണ്ടേ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്നും എല്ലായ്പ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. നർച്ചർ ഇറ്റ്, കൾട്ടിവേറ്റ് ഇറ്റ്, ഗ്രോ ഇറ്റ്. ഇന്റേണൽ ഡയലോഗിങ്, എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന ഒരു രീതി നമ്മൾ വികസിപ്പിച്ചെടുക്കണം നമ്മുടെ അകത്ത്. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മറ്റൊന്ന് നോക്കാം. 5:18 നമ്മൾ കാണുന്നത് ഇൻ എവ്രിതിങ് ഗിവ് താങ്ക്സ്. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാനല്ല പറയുന്നത്, എല്ലാ സാഹചര്യങ്ങളിലും സ്തോത്രം ചെയ്യുവിൻ, ദൈവത്തിന് നന്ദി പറയുവിൻ. സോ ഡു ഇറ്റ് ഓൾവേസ്. അതൊരു ശീലമാണ്. പല കാലത്തും ദൈവത്തിന് നന്ദി പറയുന്നൊരു ശീലം കാണും. വലിയൊരു അനുഗ്രഹം കിട്ടുമ്പോൾ, ഒരു ബഡാ ബ്ലെസ്സിങ് വരുമ്പോൾ യേശുവേ നന്ദി, താങ്ക് യു ജീസസ് എന്ന് പറയുന്ന ശീലം നമുക്ക് കാണാം. ഞായറാഴ്ച എല്ലാവരും കൂടെ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന സമയത്ത് താങ്ക് യു ജീസസ് പറയുന്ന ശീലം കാണും. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ഓൾവേസ് താങ്ക് ഗോഡ് ഇൻ എവ്രിതിങ്. എല്ലാ സാഹചര്യങ്ങളിലും നാം ദൈവത്തിന് നന്ദി പറയുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അഥവാ ആ ഒരു വല്ലപ്പോഴും ചെയ്യുന്ന ഒരു ആക്ഷൻ എന്നുള്ളത് മാറി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഹാബിറ്റാക്കി അതിനെ മാറ്റുക. എന്തെങ്കിലുമൊക്കെ എല്ലായ്പ്പോഴും ഓരോ സാഹചര്യങ്ങളിലും കാര്യങ്ങളൊക്കെ നോക്കി ദൈവത്തിന് നന്ദി, ദൈവം ഇതിനായി നന്ദി, ദൈവം എന്നെ നല്ല രീതിയിൽ നടത്തിയല്ലോ അതിനായി നന്ദി. അകത്ത് നിന്നും താങ്ക്സ് ഗിവിങ് ഉയർന്നുകൊണ്ടിരിക്കണം. ചുണ്ടുകൊണ്ട് പറയണമെന്നില്ല, ഉള്ളിൽ നിന്നും. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണെങ്കിൽ മറ്റുള്ളവർ നമുക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ചേക്കാം. എന്നാൽ അകത്ത് ദൈവത്തെ, സാഹചര്യം ഇല്ല, മറ്റുള്ളവർ ഉറക്കെ സ്തോത്രം ചെയ്യാൻ, ഉറക്കെ ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമില്ലെങ്കിൽ, സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിൽ ദൈവത്തിനകത്ത് നിന്ന് ഹൃദയത്തിൽ നന്ദി പറയുക. സോ ഡു ഇറ്റ് ഓൾവേസ്. 21-ാമത്തെ വാക്യം 1 തെസ്സലോനിക്കർ 5:21 ടെസ്റ്റ് എവ്രിതിങ്, ഹോൾഡ് ഓൺ ടു ദ ഗുഡ്. എല്ലാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ. അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നല്ലത് ഏതാ ചീത്ത ഏതാ എന്നുള്ളത് നോക്കി ഒരു തീരുമാനത്തിൽ എത്തുവിൻ. ഇങ്ങനെ നമ്മൾ നമ്മെ തന്നെ ശീലിപ്പിക്കാമെങ്കിൽ വല്ലപ്പോഴും ഒരു സൽപ്രവൃത്തി ചെയ്യുകയല്ല, എല്ലായ്പ്പോഴും നല്ലത് ചെയ്യുന്ന ഒന്നാക്കി നമ്മുടെ ലൈഫിനെ മാറ്റി എടുക്കുവാൻ സാധിക്കും. അടുത്തൊരു വാക്യം ബൈബിളിൽ നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലാണ്. അവിടെ പറയുന്നത് ഗിവ് ഗ്ലോറി ടു ഗോഡ് ഇൻ എവ്രിതിങ്. എല്ലാറ്റിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവിൻ. ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രമിച്ച് ചിന്തിച്ച് ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ തന്നെ എടുക്കും. പക്ഷേ ബൈബിൾ പറയുന്നത് നമ്മൾ പ്രയത്നിച്ചിട്ട് ഒരു കാര്യം ചെയ്താലും
ക്രെഡിറ്റ് ദൈവത്തിന് കൊടുക്കണം. ഗീവ് ഓൾ ഗ്ലോറി ടു ഗോഡ്. കാരണം അത് ചെയ്യാനുള്ള ബുദ്ധിയും പ്രാപ്തിയും ഒക്കെ തന്ന ദൈവമല്ലേ. സോ അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഈസ് ഫ്രം ഹിം, ത്രൂ ഹിം ആൻഡ് ടു ഹിം. എല്ലാം അവനിൽ നിന്ന് വരുന്നു, അവനാലാകുന്നു, അവനിലേക്കുമാകുന്നു. സോ ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ കീപ്പ് ചെയ്യണം. ചിലർക്ക് ഒത്തിരി ശ്രമിച്ച് വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. സോ എൻ്റെ വിയർപ്പ് കൊണ്ടും രക്തം കൊണ്ടുമാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. അത് പറയുമ്പോൾ തന്നെ ഓക്കെ, ചെയ്തത് ആ എഫേർട്ട് അതെപ്പോഴും നല്ലത്. പക്ഷെ അതിനുള്ള ശക്തി ആരാ തന്നത്? ദൈവമാ തന്നത്. സോ അത് ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുത്തിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിടുതലുകൾ നടക്കുമ്പോൾ, അത്ഭുതങ്ങൾ നടക്കുമ്പോൾ, രോഗസൗഖ്യങ്ങൾ നടക്കുമ്പോൾ, ഇതൊന്നും നമുക്കുള്ളതല്ല, അതിൻ്റെ ക്രെഡിറ്റ് നമുക്കുള്ളതല്ല, യേശുവിനുള്ളത്. കാരണം ദൈവമാണ് നമ്മളിലൂടെ അത് ചെയ്യുന്നത്. വി ആർ ഓൺലി ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. കർത്താവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇനി ഫിലിപ്പ് ലേഖനത്തിലേക്ക് നമുക്ക് പോകാം. 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. സംതിങ് അമേസിങ്. 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ഒടുവിൽ സഹോദരരെ, സത്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സുന്ദരമായതൊക്കെയും അഭിനന്ദനാർഹമായതൊക്കെയും അത്യുത്തമമോ പ്രശംസാർഹമോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ഒരു ലിസ്റ്റ് തരിക. സൽകീർത്തിയായതും നല്ലതായതും പ്രശംസാർഹമായതും, അങ്ങനെ ഒരു ലിസ്റ്റ്. ഇത് ചിന്തിച്ചുകൊള്ളുവിൻ. സോ ബേസായി, ചീപ്പായി, തരം താണ, എക്സലൻസ് ഇല്ലാത്ത, ഉത്കൃഷ്ടമല്ലാത്ത, ഉത്തമമല്ലാത്ത അതെല്ലാം വിട്ടുകളയുക. അപ്ഗ്രേഡ് യുവർ സെൽഫ്. ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. ഇതിനുള്ളൊരു കമാൻഡാണ് അവിടെ കാണുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കും? ശീലിക്കുന്നതിലൂടെ, നല്ലത് മുറുകെ പിടിക്കുന്നതിലൂടെ. എപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദ ബെസ്റ്റ്. ഏറ്റവും നല്ലതിലേക്ക് പോകാതെ നമ്മെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതായി നിൽക്കുന്ന ചിലത് നല്ലതാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിനേക്കാൾ നല്ലതുണ്ട്, ഏറ്റവും നല്ലതുണ്ട്. അതിലേക്ക് പോകാൻ പലപ്പോഴും ലൈഫിൽ നമ്മൾ ശ്രമിക്കാറില്ല. ഉള്ളതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി ഒരു കംപ്ലേസൻസി, ഒരു സംതൃപ്തിയുടെ അവസ്ഥയിൽ വന്ന് ഇരിക്കുക. കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം എനിക്ക് പ്രാർത്ഥിക്കണം, കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം, കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം പേരോട് യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന അവൻ്റെ മനസ്സലിവിനെക്കുറിച്ച് എനിക്ക് പറയണം എന്നൊക്കെയുള്ള ഒരു തീരുമാനമുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ലതിലേക്ക് എനിക്ക് നടക്കണം, ആ ക്വാളിറ്റി ഒന്ന് കൂടണം, അപ്ഗ്രഡേഷൻ വേണം എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ഈ കേട്ടതുപോലെ നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത് പിടിച്ചെടുക്കാൻ ഒരു കൃപ ദൈവം നമ്മുടെ ലൈഫിൽ തരും. പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു നിയമം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നല്ല ഫലങ്ങളും നല്ല വൃക്ഷങ്ങളും ഒന്നും അധികം തന്നെ വളരാറില്ല. അതിനെ വളർത്തിയെടുക്കണം. എന്നാൽ കളകൾ, മുള്ളുകൾ, അങ്ങനെയുള്ളതൊക്കെ ആരും വളർത്താതെ അങ്ങ് പടർന്ന് ആർത്ത് വളരും. എന്നാൽ ഏറ്റവും ഫലപ്രദമായ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാകുന്ന, നല്ല ഫലങ്ങളും പഴങ്ങളും ഉണ്ടാകുന്നതൊക്കെ നമ്മൾ ശ്രമിച്ച് കുഴിയെടുത്ത് അതിൽ നട്ട് വളർത്തി വളമിട്ട് അതിനെ കത്തിരിച്ചു കൊടുത്തെല്ലാം വളർത്തിയെടുക്കണം. ഇതൊരു നിയമമാണ്. നമ്മുടെ ലൈഫിലും ബാഡ് ഹാബിറ്റ്സ് മനഃപൂർവ്വമായി കോൺഷ്യസ് എഫേർട്ട് എടുത്ത് ഒരു തെറ്റായ ശീലം ഞാനിപ്പോൾ വളർത്തിയെടുക്കുമെന്ന് പറഞ്ഞ് തീരുമാനിച്ച് പ്രാർത്ഥിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിങ്ങനെ വളരും. എന്നാൽ നല്ലൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ സമയമെടുത്ത് അത് വളർത്തിയെടുക്കണം. അതിനെ പ്ലാന്റ് ചെയ്യണം, അതിനെ വാട്ടർ ചെയ്യണം, അതിനെ ഗ്രോ ചെയ്യണം, ഗാർഡ് ചെയ്യണം. അങ്ങനെ മാത്രമേ നല്ല ശീലങ്ങൾ വളർന്നു വരൂ. സോ ഈ വർഷം ഒരു തീരുമാനമെടുക്കാമോ? നല്ല നല്ല ശീലങ്ങൾ ഞാൻ എന്നിൽ വളർത്താൻ പോവുകയാണ്. സമയം ഞാൻ ചുമ്മാ കളയില്ല. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡുകളിൽ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും. വളരെ വളരെ നല്ലൊരു ഐ ഓപ്പണർ ആയിരിക്കും. ഈ ഒരു പുതിയ വർഷത്തിൽ സമയം നഷ്ടപ്പെടുത്താതെ എങ്ങനെ നമുക്ക് ലൈഫ് ഏറ്റവും നല്ലതാക്കി തീർക്കാം, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും. എന്നാൽ ഇപ്പോഴേ
ഒന്നൊരു തീരുമാനമെടുക്കാം. ഉദാഹരണത്തിന് വായനാശീലമേ ഇല്ലാത്ത ചില വ്യക്തികൾ, ഞാൻ ചിലതൊക്കെ വായിക്കാൻ തുടങ്ങും. വായിക്കുന്നതേ ഇഷ്ടമല്ല. ഒട്ടും പറ്റാത്ത വ്യക്തികളാണെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുക, ഓഡിയോ രൂപത്തിൽ. ഉദാഹരണത്തിന് ബൈബിൾ പുസ്തക രൂപത്തിൽ നമുക്ക് ലഭ്യമാണ്. എന്നാൽ വായനാശീലമില്ലാത്ത ചിലർ ബൈബിൾ അവിടെ വയ്ക്കും, വല്ല കാലത്ത് എടുത്ത് നോക്കിയുള്ളൂ. എന്നാൽ ഓഡിയോ ബൈബിൾ ലഭിക്കുന്നുണ്ട്, കേൾക്കാൻ അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് ഓഡിയോ ബൈബിൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ മൊബൈൽ ഫോണിൽ സ്റ്റോർ ചെയ്തൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. സോ ഏത് രീതിയിലായാലും ഞാൻ വചനം പഠിക്കും, കൂടുതൽ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ ഞാൻ ഹെൽപ്പ് ചെയ്യും, യേശുവിനെക്കുറിച്ച് ചിലരോട് ഞാൻ പറയും, പ്രാർത്ഥനകൾ ഞാൻ മുടങ്ങുകയില്ല. ഇങ്ങനെയുള്ള നല്ല നല്ല ശീലങ്ങൾ, തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുക. വിദ്യാർത്ഥികൾ, ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ശ്രമിച്ച് ഞാൻ പഠിക്കും, ഉയരങ്ങളിൽ ഞാൻ എത്തും, ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നിലേക്ക് പോകും. പുതിയ തീരുമാനങ്ങൾ എടുക്കുക, പുതിയ ഹാബിറ്റുകൾ വളർത്തിയെടുക്കുക. ഇതിനായി കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്ന് മിറക്കിൾസ് ടുഡേയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ സാക്ഷ്യം ഏറ്റവും അനുഗ്രഹമായി നിങ്ങൾക്ക് മാറട്ടെ. സഹോദരിയുടെ പേര് ബെറ്റ്സി, വെണ്ണിക്കുളത്താണ് വരുന്നത്. തൻ്റെ മാതാവും തന്നോടൊപ്പമുണ്ട്. തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ അത്ഭുതം, അതിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാനാണ് ഇവർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ആ സാക്ഷി അവരുടെ വാക്കുകളിൽ കൂടി തന്നെ ശ്രമിക്കാം. എൻ്റെ പേര് ബെറ്റ്സി, വെണ്ണിക്കുളത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനാണെങ്കിൽ ഓക്സിജൻ കുറവായിട്ട് സിസേറിയൻ എമർജൻസി ചെയ്തു. പിന്നെ കുഞ്ഞിനാണെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് കുഞ്ഞ് 17 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. 13 എൻ്റെ മമ്മിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ബ്ലെസ്സിംഗ് ടുഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി പറഞ്ഞു, കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് കുഞ്ഞിന് വിടുതൽ ലഭിച്ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 10ാമത്തെ ദിവസം കുഞ്ഞിന് MRI ചെയ്തപ്പം ബ്രെയിൻ ഹെമറേജ് ആണെന്ന് പറഞ്ഞു. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞു. 13ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൈൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. മാറ്റാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ 17ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. പിന്നെ കുറച്ച് ദിവസം കൂടെ ഓക്സിജൻ കൊടുത്ത് ICU തന്നെ കിടത്തി. പിന്നെ കുഞ്ഞ് ചെറുതായിട്ട് ട്യൂബിൽ കൂടെ പാല് കൊടുക്കാൻ തുടങ്ങി. 25ാമത്തെ ദിവസം കുഞ്ഞിനെ ഞങ്ങളുടെ കൈ തന്നു, വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ കുഞ്ഞ് പാലൊക്കെ കുടിക്കാൻ തുടങ്ങി. ഇപ്പം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. ദൈവം വിടുവിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞിനെ 31ാമത്തെ ദിവസത്തിൽ നമ്മുടെ ഓൺ റിക്വസ്റ്റിൽ ഡിസ്ചാർജ് ആക്കി തന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെയും പ്രാർത്ഥനയോടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി. പിന്നെ 10 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചപ്പം ഡോക്ടറിന് അതിശയം തോന്നി. കുഞ്ഞിന് എത്രയും വിടുതൽ എങ്ങനെയാണ് കിട്ടിയതെന്ന് അതിശയം തോന്നിയിട്ട് നേരത്തെ ഞങ്ങൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർ വേണ്ട എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് കുഞ്ഞിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, റെഫറൽ ലെറ്റർ തരാം, നിങ്ങൾ ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടോളാൻ പറഞ്ഞു. ഞങ്ങൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ TV പ്രോഗ്രാം കണ്ടപ്പോൾ ബ്രെയിൻ ഹെമറേജായിട്ട് ഭാരപ്പെടുന്ന ഒരാളെ സൗഖ്യമാക്കുന്നതായിട്ട് അന്നത്തെ പ്രാർത്ഥനയിൽ കേൾക്കാനിടയായി. അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോയത്. അവിടെ ചെന്ന് ഡോക്ടർ EG ചെയ്തതായ സമയത്ത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഹെമറേജ് അബ്സോർബായി പോയിരിക്കുന്നതായി ഡോക്ടർ പറഞ്ഞു. പിന്നീട് അവിടുന്ന് കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കുറിച്ച് തന്നു. ഞങ്ങൾ വീണ്ടും ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കൊടുത്തതായ സമയത്ത് അതെല്ലാം നോർമലായിട്ട് കാണുവാനിടയായിട്ട് തീർന്നു. അന്ന് രാവിലെ ഇതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ ഈ TV പ്രോഗ്രാം കണ്ടപ്പോൾ ബ്ലഡ് കോമ്പൗണ്ട്സ് എല്ലാം നോർമലായി വരുന്നതായിട്ട് പ്രാർത്ഥനയിൽ കേൾക്കാനിടയായി. അത് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് പോയത്. എന്നാലും ഡോക്ടേഴ്സ് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ആ ബ്ലഡിൻ്റെ കോമ്പൗണ്ട്സ് എല്ലാം ടെസ്റ്റിനായിട്ട് അയക്കുകയും അതെല്ലാം നോർമലായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാകുകയും ചെയ്തു. അങ്ങനെ ആ പ്രാർത്ഥനയിൽ കൂടിയാണ് ഞങ്ങൾ കൂടുതൽ വിശ്വാസം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിലും ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് ഏറ്റവും ഒരു കോട്ടയായിട്ടിരുന്നുവെന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആണ് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നത്. അപ്പം ഇവിടെ നിന്ന് കടന്നു വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ കൊണ്ട് തീരെ കൊച്ചു കുഞ്ഞാൽ വെയിറ്റ് കുറവാണ്, 2 കിലോ വെയിറ്റ് ആയിട്ടില്ല. അപ്പം പിന്നെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്, ഇൻഫെക്ഷനൊക്കെ ആയിട്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഇത്രയും ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ദൈവം സഹായിച്ചു. ഒരു പ്രശ്നവുമില്ലാതെ നല്ല ആരോഗ്യത്തോടെ ഇപ്പോൾ കുഞ്ഞിരിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത സരോജ ഗോപിനാഥ്, രമ ജോസഫ്, സതി എന്നിവരോടുള്ള സ്പോൺസർ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകരോട് ചേർന്ന് അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.
ഇന്ന് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ചേരാൻ എളുപ്പമാണ്. ഒത്തിരി വാഹന സൗകര്യങ്ങളുള്ള, എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നു ചേരാവുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നേരത്തെ വരണം. ഒത്തിരി അനുഗ്രഹങ്ങളുമായി മടങ്ങിപ്പോകാൻ സാധിക്കും. നാളെ കോട്ടയത്തെ KPS മാൻ ഹാളിലാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. സമയമെല്ലാം നോക്കി നേരത്തെ വന്ന് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങണം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ഈ ഒരു വർഷം മുഴുവൻ ഗുഡ് ഹാബിറ്റ്സ് കൾച്ചർ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. പഴയ മനുഷ്യനെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ദൈവത്തെ പോലെയാകുന്ന ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സ്വഭാവത്തിൽ വളരുവാൻ ഒരു പുതുക്കം ഞങ്ങളിൽ ഓരോരുത്തരിലും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. എല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുവാൻ, എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, നല്ല നല്ല ശീലങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ. ഇപ്പോൾ ഓരോ വ്യൂവറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ വിരലുകൾ ദൈവാത്മാവ് കർത്താവ് അവരിൽ വന്ന് അവരുടെ ലൈഫ് ഒന്ന് പണിയാൻ തുടങ്ങണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയരങ്ങളിലേക്ക്, ക്വാളിറ്റിയിലേക്ക്, എക്സലൻസിലേക്ക് ഓരോ വ്യക്തികളും വന്നു ചേരട്ടെ. അതിനായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. കർത്താവെ, എല്ലാവിധ അലർജികളെയും ഞാൻ ശാസിക്കുന്നു. ഡസ്റ്റ് അലർജി, മെഡിസിനൽ അലർജി, ഫുഡ് അലർജി തുടങ്ങി എന്തിലെല്ലാം അലർജി ഉണ്ടോ അതിലെല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യൂട്രസിലുള്ള ഫൈബ്രോയിഡ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ വിട്ടുമാറാത്ത കോഫ്, ചുമ ഒരു തരത്തിലും വിട്ടുമാറുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളിപ്പോൾ സൗഖ്യമാകട്ടെ. കുടുംബജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. കുടുംബങ്ങളിൽ യേശുവിൻ്റെ സമാധാനം വരട്ടെ. മദ്യപിക്കുന്ന വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ട്, ഇന്ന് തന്നെ തീരുമാനിക്കുക. ഈ ഒരു വർഷം അതെല്ലാം മാറ്റി ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ശീലം ആരംഭിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മദ്യപാന ശീലമുള്ളവർക്ക് അതിൽ നിന്ന് വിടുതൽ കർത്താവ് കൊടുക്കുന്നതിനായി നന്ദി. പുകവലി ശീലമുള്ളവർക്ക് അതിൽ നിന്ന് വിടുതൽ കൊടുക്കണം. തെറ്റായ എല്ലാ ശീലങ്ങളിൽ നിന്നും വ്യക്തികളെ അങ്ങ് പുറത്തെടുക്കുന്നതിനായി നന്ദി പറയും. താങ്ക് യു ലോർഡ്. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്ന ഈ വർഷം കർത്താവ് അനേകരുടെ വിവാഹം അങ്ങ് നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനങ്ങളില്ലാത്തവർക്ക് അത് കൊടുക്കണമേ. സ്വന്തം വാഹനങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കണമേ. പരീക്ഷ എന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സഹായിക്കണമേ. വിവിധ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അടുത്ത ആഴ്ചയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പുതിയ വർഷത്തിൽ എങ്ങനെ നമുക്ക് ലൈഫ് മുന്നിലേക്ക് കൊണ്ടുപോകണം. ഈ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ എഴുതി വയ്ക്കുക, നിങ്ങളുടെ ലൈഫിൽ പകർത്തുക. കർത്താവ് ഒത്തിരി ലൈഫിൽ നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യും. ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, ഇന്നാണ് ഫോർട്ട് കൊച്ചി മീറ്റിംഗ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊന്നും അവിടെ ഒരു മീറ്റിംഗ് ഞങ്ങൾ നടത്തിയിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു മീറ്റിങ്ങിലേക്ക് വരുന്നത്. ഫോർട്ട് കൊച്ചി പരിസരങ്ങളുള്ളവർ, എറണാകുളം ജില്ലയുടെ അതുപോലെ ചുറ്റുപ്രാന്ത പ്രദേശങ്ങളിലുള്ളവർ, ദൂരെ നിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് വരാൻ വാഹന സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായും കർത്താവ് നിങ്ങളെ തൊടും. കർത്താവ് ഒരു വലിയ മാറ്റത്തോടുകൂടെ നിങ്ങളെ മടക്കുക. ദ ഹോൾ ലൈഫ് വിൽ ചേഞ്ച്. ഗോഡ് ബ്ലെസ് യു. അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകാം. അടുത്ത ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡിൽ അടുത്ത ആഴ്ചയിൽ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ടുഡേയിൽ അടുത്ത ആഴ്ച രാവിലെ 7-ന് പുതിയ ആരംഭങ്ങൾ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും അറിയേണ്ട കാര്യങ്ങൾ. ബ്രദർ ഡാമിയൻ നയിക്കുന്ന സ്പെഷ്യൽ എപ്പിസോഡുകൾ കാത്തിരുന്ന് കാണുക. പുതിയ ആരംഭങ്ങൾ. ബൈബിൾ ന്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവ ആരോടാണ് അരുളി ചെയ്തത്? ഞാൻ ആവർത്തിക്കാം. ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവ ആരോടാണ് അരുളി ചെയ്തത്?
ഓപ്ഷൻസ്: എ സെരുബാബേൽ, ബി ദാവീദ്, സി ശലോമോൻ, ഡി യോശുവ. ഞാൻ ആവർത്തിക്കാം. ഞാൻ നിന്നെ എടുത്ത് മുദ്രമാക്കും എന്ന് യഹോവ ആരോടാണ് അരുളി ചെയ്തത്? ഓപ്ഷൻസ്: എ സെരുബാബേൽ, ബി ദാവീദ്, സി ശലോമോൻ, ഡി യോശുവ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്ന 5 പേർക്ക് ഞങ്ങൾ OM-BOX നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ നൽകുന്നതാണ്. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് Blessing Today, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.